എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. രമേശ് നാരായണന് അവാർഡ് നൽകാനായി എത്തിയത് ആസിഫ് അലി ആയിരുന്നു. പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചുവാങ്ങി ജയരാജന് നൽകി. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ. ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണൻ ഒടുവിൽ പുരസ്കാരം സ്വീകരിച്ചത്. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അത്തരം ഒരു വേദിയിൽ വെച്ചാണ് വളരെ പ്രമുഖനായ യുവ നടൻ ആസിഫ് അലിക്ക് ഇത്തരം ഒരു അപമാനം രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞനിൽ നിന്നുണ്ടായത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. എന്റെ BP കൂട്ടല്ലേ ജസ്റ്റിനെ. നീ വിട്ടോ ആണോ? മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാർ ടെൻഷൻ ആവരുത്. അയ്യോ, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. തങ്കത്താളം